ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാൽ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്നാണ്. സ്തുതി സർവ്വവും അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. അൽഹംദു എന്നതിലെ അലിഫ്ലാം അൽ എന്നത് എല്ലാ സ്തുതിയും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നു. അൽഹംദുലില്ലാ എന്ന പദം, ഈ ഒരു ഹംദിന് ഒരുപാട് പവിത്രതകൾ, ശ്രേഷ്ഠതകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലു സിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് അൽഹംദുലില്ലയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഒരാൾ അൽഹംദുലില്ല പറഞ്ഞാൽ അള്ളാഹു അവന് നൽകിയ നിഅ്മത്തിനേക്കാൾ വലിയ നിഅ്മത്ത് നൽകപ്പെടാൻ ആ അൽഹംദുലില്ല കാരണമാകുമെന്നും ഹദീസിൽ കാണാം. അതുപോലെ ലൗ അന്ന ദുനിയാ ബിഹദാഫിരിഹാ ഫീ യദി റജുലിൻ മിൻ ഉമ്മത്തി, ഒരാളുടെ കയ്യിൽ ഈ ദുനിയാവിലെ സകലമാന കാര്യങ്ങളും, ഈ ദുനിയാവിലെ എല്ലാം ഒരാളെ കയ്യിൽ ലഭിച്ചാൽ, അത്രയും വലിയൊരു ഭാഗ്യവാനുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്നവൻ പറഞ്ഞാൽ ആദ്യമുണ്ടായ അവന് കിട്ടിയ സകലമാന കാര്യത്തിനേക്കാളും ശ്രേഷ്ഠമായത് ഇപ്പൊ പറഞ്ഞ അൽഹംദുലില്ലാ ആയിരിക്കും. ആ അൽഹംദുലില്ലാ ദുനിയാവിലുള്ള സകലമാന സാധനങ്ങൾ കയ്യിൽ കിട്ടുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ഈ ഒരു ദിക്റെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾ അൽഹംദുലില്ലാ യാ റബ്ബി ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅലീമി സുൽത്താനിക് എന്ന ഹംദ് ചൊല്ലിയാൽ, യാ റബ്ബി ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅലീമി സുൽത്താനിക് എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ മലക്ക് അവിടുന്ന് പറയും, മലക്ക് ഈ ഒരു ദിക്റിന്റെ സവാബ്, പ്രതിഫലം എന്താണ് എഴുതേണ്ടത് എന്ന വിഷയത്തിൽ മലക്കിന് ആശയക്കുഴപ്പമാകുമെന്നും, അങ്ങനെ ആകാശവാനലോകത്തേക്ക് കയറുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിന്റെ അടിമ അതിൻ്റെ സവാബ് അറിയാത്ത, എനിക്ക് സവാബ് മനസ്സിലാകാത്ത ഒരു സാധനം ചൊല്ലിയിട്ടുണ്ട്, ഇന്ന അബ്ദൻ ഖദ് ഖാല മഖാലതൻ ലാ നദ്രി കൈഫ നക്തുബഹാ, അതിന് പ്രതിഫലം എങ്ങനെ എഴുതാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അത്രയും വലിയ എന്തോ ഒരു സാധനം ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് പോകുമെന്നും, ആ ചൊല്ലിയത് അങ്ങനെ തന്നെ എഴുതി വെച്ചോ, അവന് പ്രതിഫലം ഞാൻ നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നും ഹദീസിൽ വായിച്ചെടുക്കാം. ഇത്രയും ഒരുപാട് വണ്ണമായ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത്. അൽഹംദുലില്ലാ എന്നത് അഹ്മദുല്ലാ എന്ന് പറയുന്നതിന് പകരം അൽഹംദുലില്ലാ എന്ന് എന്തുകൊണ്ട് പ്രയോഗിച്ചു എന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹു ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. അഹ്മദുല്ലാ എന്നാൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നാണ്. അൽഹംദുലില്ലാ എന്നാൽ സർവ്വസ്തുതിയും അള്ളാഹുവിനാണെന്നാണ്. അപ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ പറ്റും എന്ന ഒരു അർത്ഥം അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ പറ്റുകയില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ നമുക്ക് നൽകിയ നിഅ്മത്തിന് പകരമായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മൾ അശക്തരാണ്. അള്ളാഹു നമുക്ക് ചെയ്ത നിഅ്മത്ത്, അനുഗ്രഹം അത്രയും വലുതാണ്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എല്ലാ സ്തുതിയും അള്ളാഹുവിനാണെന്നൊരു സമർപ്പണമാണ് നമുക്ക് പറ്റുകയുള്ളൂ എന്നതിൻ്റെ മേൽ അറിയിക്കാനാണ് അൽഹംദുലില്ലാ എന്ന പ്രയോഗം വന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ അൽഹംദുലില്ലാ എന്ന പദത്തിൽ 8 അക്ഷരങ്ങളാണുള്ളത്. സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്കറിയാം 8 എണ്ണമാണ്. അൽഹംദുലില്ലാ ചൊല്ലേണ്ടതുപോലെ ചൊല്ലിയാൽ ഈ 8 വാതിലുകളും അവൻ അർഹമാക്കപ്പെടുമെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അൻഅമല്ലാഹു അലാ അബ്ദിഹി, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിനൊരു നിഅ്മത്ത് ചെയ്താൽ, അങ്ങനെ ഫയഖൂലുൽ അബ്ദു അൽഹംദുലില്ലാ, ആ അബ്ദ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉൻദുറൂ ഇലാ അബ്ദി, മലക്കുകളെ നിങ്ങൾ എൻ്റെ അടിമയിലേക്ക് നോക്കൂ, ആ അടിമക്ക് ഞാൻ ഒരു ഖദറില്ലാത്ത, കണക്കാക്കാൻ പറ്റാത്ത വലിയ അനുഗ്രഹം ഞാൻ അവന് ചെയ്തു. ഫഅതാനി മാ ലാ ഖീമത ലഹു, മൂല്യം കണക്കാക്കാൻ പറ്റാത്ത വലിയൊരു സാധനം അവൻ എനിക്ക് നൽകി, അതായത് അൽഹംദുലില്ലാ എന്ന് അവൻ പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അതുപോലെ റബ്ബിൽ ആലമീൻ എന്നാൽ, റബ്ബ് എന്നാൽ രക്ഷിതാവ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിപാലിക്കുന്നു. തർബിയത്ത് ചെയ്യുക എന്നതാണ് റബ്ബ്. തർബിയത്ത്, മുറബ്ബി, അല്ലാഹു നമ്മെ പരിപാലിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് പോലെയല്ല. പരിപാലനം 2 വിധത്തിലുണ്ട്.
പരിപാലിക്കുന്നവന് ഉപകാരം ലഭിക്കാനുള്ള പരിപാലനമുണ്ട്, പരിപാലിക്കപ്പെടുന്നവന് ഉപകാരം ലഭിക്കാനുള്ള പരിപാലനമുണ്ട്. അള്ളാഹു നമ്മെ പരിപാലിക്കുക എന്നത് അള്ളാഹുവിനൊരു നേട്ടവുമില്ല, അള്ളാഹുവിനൊരു ലക്ഷ്യവുമില്ല. നമുക്ക് മാത്രമാണ് അള്ളാഹു നമ്മെ പരിപാലിക്കുന്നത് കൊണ്ടുള്ള എല്ലാ നേട്ടവും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തെർബിയത്തിൻ്റെ പ്രത്യേകത, അള്ളാഹു തെർബിയത്ത് ചെയ്യുന്നത് അള്ളാഹുവിന് നേട്ടമുണ്ടാക്കാനല്ല, നമുക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തെർബിയത്ത്, നമ്മളൊരു ബീജാംശമായിരുന്നു, അതിൽ നിന്നൊരു രക്തക്കട്ട മാംസക്കട്ടയായി, പിന്നീട് ജീവൻ വന്നു. നമുക്ക് ആവശ്യമായ അവയവങ്ങൾ ആവശ്യമായ സ്ഥലത്ത് വെക്കേണ്ട രൂപത്തിൽ അള്ളാഹു സ്ഥാപിച്ചു. അതുപോലെ നമ്മൾ ജനിച്ച ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ, തെർബിയത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ അള്ളാഹുവിൻ്റെ തെർബിയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാടുണ്ട്. അങ്ങനെ നമ്മുടെ റബ്ബാണ് എന്ന് പറയുന്ന അർത്ഥം, അള്ളാഹു നമുക്ക് ചെയ്ത തെർബിയത്ത് അത്രയും വിശാലമാണ്, സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം റാസി വിശദീകരിക്കുന്ന രഹസ്യമായ ഒരു ചിന്തയുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെർബിയത്ത് ചെയ്യുമ്പോൾ, നമ്മെ അള്ളാഹു പരിഗണിക്കുമ്പോൾ, ആ ഒരു പരിഗണന വെച്ച് നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഞാൻ മാത്രമേ അടിമയുള്ളൂ എന്ന് തോന്നിപ്പോകും. ആ വിധത്തിലാണ് അള്ളാഹു നമ്മെ പരിഗണിക്കുന്നത്. എന്നാൽ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുമ്പോൾ അവിടെ നമുക്ക് തോന്നിപ്പോകും അള്ളാഹു മാത്രമല്ല വേറെയും റബ്ബ് നമുക്കുണ്ട്. കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ട വിധത്തിൽ ഇബാദത്തിൽ നമുക്കൊരു ശ്രദ്ധയുമില്ല, നമ്മൾ പല വീഴ്ചയും വരുത്തുന്നു. എന്നാൽ അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹത്തിൽ അള്ളാഹു കൃത്യം വ്യക്തം, അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തു തരികയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിന് ഒരുപാട് അടിമകൾ ഉണ്ടായിട്ടും അള്ളാഹു നമ്മെ വളരെയധികം പരിഗണിക്കുന്നു. നമുക്ക് അള്ളാഹു റബ്ബ് ആയിട്ട് മാത്രമേ ഉള്ളൂ, എന്നിട്ട് പോലും റബ്ബിന് കൊടുക്കേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ചിന്ത ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാഹ് ഇവിടെ ഇതിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. റബ്ബുൽ ആലമീൻ എന്നാൽ ആലമീനിൻ്റെ റബ്ബ്, ലോകരക്ഷിതാവ് എന്നാണ്. ലോകം, ആലം എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇമാമിയങ്ങൾ നൽകുന്നുണ്ട്. ആലം എന്നാൽ ലോകം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത സകലതിനും ലോകം എന്ന് പറയും. അതാണ് പ്രബലമായ അഭിപ്രായം. ഇനി മലക്ക്, ജിന്ന്, ഇൻസ് എന്ന ബുദ്ധിയുള്ള വർഗത്തിന് മാത്രമേ ഇത് പറയൂ എന്നൊരു അഭിപ്രായമുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ ആ അഭിപ്രായക്കാരനാണ്. അതുപോലെ ഈ ദുനിയാവിലും ആഖിറത്തിലും സൃഷ്ടിച്ച എല്ലാ മഖ്ലൂക്കിനെ കുറിച്ചുമാണ് ഈ ആലം എന്ന് പറയുന്നത് എന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ ആലം എന്ന പദം ഇൽമിൽ നിഷ്പന്നമായതാണ്. ഇൽമ് എന്നാൽ അറിവ് എന്നാണ്. അതുപോലെ തന്നെ അൽ അലാമ, അടയാളം എന്നതിൽ നിന്നാണ് ആലമ് എന്ന പദം ഉത്ഭവിച്ചത് എന്നും അഭിപ്രായമുണ്ട്. അലാമത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകം അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ വലിയ അടയാളമാണ്. ഈ ലോകത്തെ സകലമാന അത്ഭുതങ്ങളും ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് അൽ അലാമ, അടയാളം എന്നർത്ഥം വരുന്ന അൽ ആലം എന്ന പദം ഈ ലോകത്തിന് നിശ്ചയിക്കപ്പെട്ടത് എന്നും മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.